മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിലൊന്നാണ് ഇരവികുളം ദേശീയോദ്യാനം. മഴക്കാലം എത്തിയതോടെ മൺസൂൺ ടൂറിസം ആസ്വദിക്കുവാൻ ഉദ്യാനത്തിലെത്തുന്ന സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചു. മലനിരകളെ തഴുകിയെത്തുന്ന കോടമഞ്ഞും മൂന്നാറിന്റെ പരന്ന കാഴ്ചകളും വരയാടിൻ കുഞ്ഞുങ്ങളുമൊക്കെയാണ് സഞ്ചാരികളെ ഉദ്യാനത്തിലേക്ക് ആകർഷിക്കുന്നത്. ചന്നം ഭിന്നം പെയ്യുന്ന ചാറ്റൽ മഴ, ഒരു കാറ്റിൽ ഓടിയെത്തി അടുത്ത കാറ്റിൽ ദൂരേക്ക് മായുന്ന കോടമഞ്ഞ്, പുൽമേടുകളിൽ മഞ്ഞും തണുപ്പും ഒന്നും പ്രശ്നമല്ലെന്ന രീതിയിൽ മേയുന്ന വരയാട്ടിൻ കൂട്ടങ്ങൾ. ഒരിക്കൽ വന്നാൽ വീണ്ടും വീണ്ടും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന മനോഹര കാഴ്ചകളാണ് ഇരവികുളം ദേശീയോദ്യാനത്തിലുള്ളത്. കനത്ത മഴയെ അവഗണിച്ചും രാജമലയിൽ വിനോദസഞ്ചാരികളുടെ വലിയ തിരക്ക് തുടരുകയാണ്. വിദേശികളടക്കമുള്ള സഞ്ചാരികളാണ് കനത്ത മൂടൽമഞ്ഞും തണുത്ത കാറ്റും ശക്തമായ മഴയും അവഗണിച്ച് വരയാടുകളെ കാണുന്നതിനായി രാജമലയിലേക്ക് എത്തുന്നത്. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകരും എത്തുന്നുണ്ട്. മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് സന്ദർശകരിൽ അധികവും. കനത്ത മഴയെ തുടർന്ന് 2 ആഴ്ച മുമ്പ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് സന്ദർശകരുടെ വരവ് നിലച്ചിരുന്നു. എന്നാൽ നിയന്ത്രണങ്ങൾ നീങ്ങിയതോടെ മൺസൂൺ ടൂറിസം ആസ്വദിക്കാനായി നിരവധി സഞ്ചാരികളാണ് ഇപ്പോൾ എത്തുന്നത്. കനത്ത മഴയത്തും സഞ്ചാരികൾക്ക് കാണാനായി ഒട്ടേറെ വരയാടുകളാണ് സന്ദർശക സോണിൽ ദിവസവും എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.